Good morning. Today we will be discussing about the demonetization. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന പ്രൊഫൈൽ ഓഫ് ഇന്ത്യൻ എക്കണോമിയാണ്. ഇന്ത്യൻ എക്കണോമിയിലെ ഒരു ലാസ്റ്റ് പോയിൻ്റാണ് ഡിമോണിറ്റൈസേഷൻ. പേജ് നമ്പർ 218. സോ ഡിമോണിറ്റൈസേഷൻ നമ്മളിപ്പം ഭയങ്കര ഫെമിലിയർ ആയിരിക്കുന്നൊരു ടേമാണ്. അപ്പോൾ ഡിമോണിറ്റൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് stripping a currency units of its status as a legal tender. It occurs when there is a change in of national currency. അപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കറൻസി നമ്മുടെ എക്കണോമിയിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് അതിന് പകരം ഒരു പുതിയൊരു കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പം മെയിനായിട്ട് നമുക്കറിയാം, ഒരു 2016 നവംബർ 8 നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 500 രൂപയുടെയും 1000 രൂപയുടെയും കറൻസി എന്ത് ചെയ്തു, നമ്മുടെ പ്രധാനമന്ത്രി വിഡ്രോ ചെയ്തു. അതിന് പകരം പുതിയൊരു കറൻസി നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഒരു കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും കാലം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഗാന്ധിയൻ സീരീസിലുള്ള 500 രൂപ 1000 രൂപ നോട്ടുകൾക്ക് പകരം പുതിയ 500, 1000, 2000 രൂപ നോട്ടുകൾ നമ്മൾ എന്ത് ചെയ്തു, 1000 രൂപ നോട്ടില്ല, പുതിയ 500ഉം 2000 രൂപയുടെ നോട്ടുകൾ നമ്മൾ നമ്മുടെ എക്കണോമിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അത്രയും കാലം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കറൻസിയുടെ ലീഗൽ വാലിഡിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ദിവസത്തോടുകൂടി അവസാനിച്ചു. സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രിപ്പിംഗ് ദ കറൻസി യൂണിറ്റ് ഓഫ് ഇറ്റ്സ് സ്റ്റാറ്റസ് ആസ് എ ലീഗൽ ടെൻഡർ. അപ്പം ആ ഒരു നമ്മൾ അത്രയും കാലം യൂസ് ചെയ്തുകൊണ്ടിരുന്ന 500 രൂപയുടെയും 1000 രൂപയുടെയും ലീഗൽ വാലിഡിറ്റി അന്നത്തോടുകൂടി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവസാനിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇങ്ങനെ ട്രാൻസാക്ഷൻസും മറ്റും നടത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പുതിയ കറൻസി നോട്ടുകൾ യൂസ് ചെയ്യണം. അപ്പോൾ ആ പുതിയ കറൻസി നോട്ടുകൾ ഒരു 2 മാസത്തെ സമയം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ 2 മാസത്തിനുള്ളിൽ ഈ പുതിയ കറൻസി നോട്ടുകൾ ബാങ്കിൽ ചെന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കൈവശമുള്ള പഴയ കറൻസി നോട്ട് കൊടുത്തിട്ട് അതിന് പകരം പുതിയ കറൻസി നോട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചെടുക്കാം. അത് യൂസ് ചെയ്യാം. പുതിയൊരു കറൻസി നോട്ടുകൾ യൂസ് ചെയ്തിട്ടേ നമുക്ക് ലീഗൽ ട്രാൻസാക്ഷൻസും മറ്റു കാര്യങ്ങളും നടത്താൻ പറ്റത്തുള്ളൂ. ആ ഒരു മെയിൻ അജണ്ട, അത് നമ്മൾ യൂസ് ചെയ്യാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ഡിമോണിറ്റൈസേഷൻ നമ്മുടെ എക്കണോമിയിൽ പ്രധാനമന്ത്രി ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കൗണ്ടർ ഫീറ്റ് കറൻസി, അതായത് വ്യാജ നോട്ടുകളും അല്ലെങ്കിൽ ഫിക്സ് ടാക്സ് ഇവേഷൻ, ക്രബ് ഇൻഫ്ലേഷൻ, എലിമിനേറ്റ് ബ്ലാക്ക് മണി ആൻഡ് ടെറർ ഫണ്ടിങ്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ എക്കണോമിയിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവന്നത്. അതായത് വ്യാജ നോട്ടുകളുടെ നിരോധനം, അതായത് ബ്ലാക്ക് മണി, അതേപോലെ തന്നെ ടാക്സ് ഇവേഷൻ, അതായത് ടാക്സ് വെട്ടിക്കൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ടെറർ ഫണ്ടിങ്ങിനുള്ള മണി, അതായത് നമ്മൾ ഒരു പുതിയ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനോട്ടുള്ള എന്താണ്, ഈ വ്യാജ കറൻസി നോട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടെ അച്ചടിച്ച് അവർ നമ്മുടെ എക്കണോമിയിൽ ഇറക്കി അത് ടെററിസ്റ്റുകളുടെ ഗ്രൂപ്പുകളുടെ ഫണ്ടിങ്ങിനായിട്ടും മറ്റും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെയും ഒന്ന് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിമോണിറ്റൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഡിമോണിറ്റൈസേഷൻ വരുന്നതിന് മുമ്പ് അപ് ടു 2016 വരെയും ഈ ഒരു ബ്ലാക്ക് മണി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേയധികം മെഷേഴ്സ് നമ്മുടെ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പേജ് നമ്പർ 217 നോക്കിയിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഡിമോണിറ്റൈസേഷൻ സിഗ്നിഫിക്കൻറ്റ് മെഷേഴ്സ് എന്ന് പറഞ്ഞ് കുറച്ച് പോയിൻറ്റ്സ് കൊടുക്കുന്നതാണ്. അത്തരം മെഷേഴ്സുകൾ, അതായത് നമ്മുടെ കോട്ടിങ് ദ പാൻ നമ്പർ ഈസ് മാൻഡേറ്ററി ഫോർ ദ ഓൾ ക്യാഷ് ഡെപ്പോസിറ്റ്സ് എബവ് 50,000. അപ്പോൾ 50,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസിനും നമ്മൾ പാൻ നമ്പറും മറ്റ് ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം. അതേപോലെ തന്നെ റൂൾ 114E ഓഫ് ദ ഇൻകം ടാക്സ് റൂൾ. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ ബ്ലാക്ക് മണി ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെയും ഒരു എഫക്റ്റീവായിട്ട് വരുന്നില്ല എന്ന് കണ്ടിട്ടാണ് നമ്മൾ 2016 നവംബർ 8 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിമോണിറ്റൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഡിമോണിറ്റൈസേഷൻ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ബ്ലാക്ക് മണി എന്ത് ചെയ്യുന്നുണ്ട്, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിമോണിറ്റൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ പറഞ്ഞു, നമുക്കൊരു 2 മാസത്തെ സമയം തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിലുള്ള പഴയ കറൻസി ബാങ്കിൽ കൊണ്ട് ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് പുതിയ കറൻസി വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം
അപ്പോൾ അത് കഴിഞ്ഞ് ഒരു August 30th 2017 നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്തു. അതായത് നമ്മുടെ ഡിമോണിറ്റൈസേഷൻ എഫക്റ്റീവ് ആണോ അല്ലയോ, എന്താണ് അതിൻ്റെ റീസൺ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു പ്രസ് റിലീസ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനകത്ത് പറയുന്നത് ഓൾമോസ്റ്റ് 99% ഓഫ് ദ ബാൻഡ് നോട്ട്സ്, അതായത് ഡിമോണിറ്റൈസേഷനിലൂടെ നമ്മൾ ബാൻ ചെയ്ത 500,000 രൂപ നോട്ടുകൾ തിരിച്ച് ബാങ്കിൽ എത്തിച്ചേർന്നു എന്നാണ്. അപ്പം ഡിമോണിറ്റൈസേഷൻ ഒരു എഫക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം 99% നോട്ടുകളും തിരിച്ചെത്തി. പിന്നെ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്, ഈ ഒരു ബ്ലാക്ക് മണി ആൾക്കാർ ഒന്നെങ്കിൽ കറൻസി ആയിട്ട് അവരുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുന്നത് വളരെ കുറച്ച് ആൾക്കാരായിരിക്കും. നാച്ചുറലി ഈ ബ്ലാക്ക് മണി കൈവശം വെക്കുന്ന ആൾക്കാർ അവരുടെ ഒരു ടെൻഡൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതൊരു ഗോൾഡ് അല്ലെങ്കിൽ പ്രഷ്യസ് സ്റ്റോൺസ് അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളിലേക്ക് അവരെന്ത് ചെയ്യും, അത് ഇൻവെസ്റ്റ് ചെയ്യും. അവർക്ക് ലീഗലായിട്ട് ബാങ്കിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനേ തടസ്സമുള്ളൂ. അവർക്ക് ആ ബ്ലാക്ക് മണി വേറെ പല സോഴ്സിലും ഇൻവെസ്റ്റ് ചെയ്യാം, ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. അപ്പം അതൊരു പൈസയായിട്ട് കൈവശം വെക്കുന്നവർ കുറച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ ഡിമോണിറ്റൈസേഷൻ നടത്തിയപ്പം 99% നോട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പറയപ്പെടുന്നു, അത് നമുക്ക് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നറിയത്തില്ല, ഡിമോണിറ്റൈസേഷന് മുന്നേ ഡിമോണിറ്റൈസേഷൻ വരാൻ പോവുക എന്നുള്ള ന്യൂസ് വലിയ കോർപ്പറേറ്റ്സിനൊക്കെ ചോർന്ന് കിട്ടി. അതുകൊണ്ട് അവർ വേഗം അവരുടെ കൈവശമുള്ള ബ്ലാക്ക് മണി പല ഇതിലും ഇൻവെസ്റ്റ് ചെയ്തു എന്നും പറയപ്പെടുന്നു. അപ്പം അതിനെപ്പറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല ഡിമോണിറ്റൈസേഷൻ എഫക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളത്. പക്ഷേ ഡിമോണിറ്റൈസേഷൻ നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിലും നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിലും വളരെയധികം ഇമ്പാക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഇമ്പാക്ട്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ദ ഓൺ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, GDP ഉണ്ടാക്കിയ ഇമ്പാക്റ്റ്. അപ്പം GDP എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അപ്പം നാച്ചുറലി ഇന്ത്യയുടെ എക്കണോമി എന്ന് പറയുന്നത് ക്യാഷ് ഡ്രിവൺ എക്കണോമിയാണ്. നമ്മൾ മെയിൻലി ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ് നടത്തുന്നത്. സോ ഇറ്റ് ഈസ് എ ക്യാഷ് ഡ്രിവൺ എക്കണോമി. So when the demonetization came, it had affected the Indian economy. So we were not able to invest the cash, okay, as much as we want in all these transactions and in manufacturing sectors as well as the construction sectors. So it was adversely affected the Indian economy. So that our GDP has reduced to 7.11%. Earlier it was 8.01%. So due to demonetization it has reduced to 7.11%. അപ്പം ഡിമോണിറ്റൈസേഷൻ കൊണ്ട് തന്നെ നമ്മുടെ GDP എന്ത് ചെയ്തിട്ടുണ്ട്, റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ എക്കണോമി ഒരു ക്യാഷ് ഡ്രിവൺ എക്കണോമിയാണ്. അപ്പം നമുക്ക് വേണ്ടത്രയും ക്യാഷ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മുടെ GDP റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺ ഡെയിലി വേജ് വർക്കേഴ്സ്. അപ്പോൾ ഡെയിലി വേജ് വർക്കേഴ്സ്, വാട്ട് ഈസ് ദ മെയിൻ ക്രൈറ്റീരിയ ഓർ മെയിൻ objective of the daily wage? We have to pay them daily. Okay, when the demonetization came into effect, the employers were not able to pay them in the cash. So many people lost their job. അപ്പോൾ ഡിമോണിറ്റൈസേഷൻ സമയത്ത് നമ്മൾ മെയിനായിട്ടും കണ്ടൊരു കാര്യമാണ്, കുറേയധികം ആൾക്കാർക്ക് അവരുടെ ജോലി നഷ്ടമായിട്ടുണ്ട്. കാരണം എന്താണ്, ഇവർക്ക് ഡെയിലി നമുക്ക് ഒരു ക്യാഷ് കൊടുക്കേണ്ട മെയിൻ ഡെയിലി വേജ് വർക്കേഴ്സിനൊക്കെ നമ്മൾ ഡെയിലി ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം. പലർക്കും അങ്ങനെ കൊടുക്കാനുള്ളൊരു എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമുക്ക് തന്നെ അറിയാം, നമുക്ക് അച്ചടിക്കുന്നത് തന്നെ കുറവാണ്, അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ പല ആൾക്കാർക്കും ഡിമോണിറ്റൈസേഷൻ സമയത്ത് അവരുടെ ജോലി നഷ്ടമായിട്ടുണ്ട്. അപ്പം ഇറ്റ് ഹാഡ് അഫക്റ്റഡ് ദി ലൈഫ് ഓഫ് ദി ഡെയിലി വേജ് വർക്കേഴ്സ്. Next one is the on small scale industry. So small scale industries like textile industries, saloons, restaurants, seasonal business, okay, all these business will be having liquidity as a preference. So when the demonetization came into effect, people will not be able to use their money for purchasing all these things. So it had affected the small scale industries, and these small scale industries also were not able to invest in their business due to the lack of the cash. ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് മെയിനായിട്ടും ലിക്വിഡിറ്റിയിലാണ് പ്രിഫർ ചെയ്യുന്നത്. ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ക്യാഷ് ആയിട്ടാണ് അവരെപ്പോഴും അവരുടെ കയ്യിലെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് മണിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. സോ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, അതായത് നമ്മുടെ ചെറിയ ടെക്സ്റ്റൈൽസ്, സലൂൺസ്, റെസ്റ്റോറൻറ്റ്സ്, അതിനെയൊക്കെയും നമ്മുടെ ഡിമോണിറ്റൈസേഷൻ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്
Next impact is on black money. So a small portion of the black money will be stored in the form of the money. Majority of the black money holders will convert them into physical assets like gold, land and building, etc. So demonetization did not bring a huge effect on the ബ്ലാക്ക് മണി. ഓക്കെ, നമ്മൾ നോർമലി ഈ ബ്ലാക്ക് മണി ഹോൾഡേഴ്സ് അവരുടെ കൈവശമുള്ള ബ്ലാക്ക് മണി ഒന്നെങ്കിൽ ഒരു ലാൻഡായിട്ട് അല്ലെങ്കിൽ ഗോൾഡ്, പ്രഷ്യസ് സ്റ്റോൺസ് അങ്ങനെ ഏതെങ്കിലും ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഒരു മൈനോറിറ്റിയെ എന്ത് ചെയ്യുന്നുള്ളൂ, അവരുടെ കൈവശമുള്ള ബ്ലാക്ക് മണി അത് ആ സിറ്റീസ് ഹോൾഡ് ചെയ്യുന്നുള്ളൂ. സോ നമ്മുടെ ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഈ ബ്ലാക്ക് മണിയിൽ ഓക്കെ നമ്മുടെ മെയിൻ അജണ്ട ബ്ലാക്ക് മണി എന്ത് ചെയ്യുന്നുണ്ട്, എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ബ്ലാക്ക് മണിയിൽ ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് കൊണ്ടുവന്നിട്ടില്ല. നെക്സ്റ്റ് വൺ ആണ് ഓൺ ജനറൽ എക്കണോമിക് സിറ്റുവേഷൻ. ഓക്കെ, സോ ഓൺ ദി ജനറൽ എക്കണോമിക് സിറ്റുവേഷൻ ഓഫ് അവർ കൺട്രി, the public has a huge struggle regarding the demonetization. So this demonetization has brought a huge impact on the life of the public, general public and small ഷോപ്പ് കീപ്പേഴ്സ് ആൻഡ് ഓൾ. ഓക്കെ, ഈ ചെറുകിട കച്ചവടക്കാർക്ക് അതേപോലെ തന്നെ വീടുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡിമോണിറ്റൈസേഷൻ ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് കടന്നിട്ടുണ്ട്. നമ്മുടെ ഈ വീടുകളിലെ എല്ലാ സാധനങ്ങളും ഡെയിലി ബേസിസിൽ വാങ്ങുന്നവർ, നമ്മുടെ നാട്ടിലൊക്കെയുള്ള ചെറുകിട കച്ചവടക്കാർ, അവരുടെയൊക്കെ ലൈഫിന് ഈ ഡിമോണിറ്റൈസേഷൻ ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ആളുകളുടെ കയ്യിൽ സ്പെൻഡ് ചെയ്യാനും പൈസയില്ല, അതേപോലെ തന്നെ അവരുടെ കയ്യിൽ സാധനങ്ങൾ വാങ്ങാനും പൈസയില്ല. അതുപോലെ ചെറിയ കച്ചവടക്കാർക്കൊന്നും സാധനങ്ങൾ വാങ്ങി വെക്കാനും അവരുടെ കയ്യിൽ പൈസയില്ല, അല്ലേ? പെട്ടെന്നൊരു ദിവസം രാവിലെ നമ്മളോട് പറയുകയാണ് നമ്മുടെ കയ്യിലുള്ള കറൻസിക്ക് വാല്യൂ ഇല്ല, അതിന് പകരം വേറൊരു കറൻസി യൂസ് ചെയ്യണമെന്ന് പറയുമ്പം നോർമലി നമ്മുടെ നോർമൽ ലൈഫിനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ജനറൽ എക്കണോമിക് ഗ്രോത്തിനെയും എക്കണോമിക് സിറ്റുവേഷനിലും എന്ത് ചെയ്യുന്നുണ്ട്, ഡിമോണിറ്റൈസേഷൻ ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ദി ഓൺ ഇൻഫ്ലേഷൻ. So we know that inflation means increasing the supply of money in the economy. So the purchasing power of the people will be increasing. Naturally, the demand for the goods will increase. Definitely, then the price of the products and services will be increasing. That is the condition with the inflation. So the Reserve Bank will be using wholesale price index, that is WPI, and consumer price index CPI is in order to measure the inflation. So it is expected that this demonetization will be reducing the inflation because the people does not have money to purchase the product and services. So naturally the supply of money to the economy will be decreasing. And next one is the on terror funding. So we all know that the terrorist groups are using fake currency notes in order to fund their terrorist activities. So the demonetization brought make that 500 and 1000 rupees currencies invalid. So naturally it is expected that it will be affecting the activities of the terrorist group for a small period of time. നമ്മുടെ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫേക്ക് കറൻസീസ് ആണ് അവർ നോർമലി യൂസ് ചെയ്യുന്നത്, വ്യാജ നോട്ടുകൾ. അപ്പോൾ അവർ വ്യാജ നോട്ടുകൾ യൂസ് ചെയ്തിട്ട് അവരുടെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനൊക്കെ ഫണ്ടിങ് നടത്തും. നമുക്കറിയാം, നമ്മൾക്ക് നമ്മുടെ 500-ൻ്റെയും 1000-ൻ്റെയൊക്കെ വ്യാജ നോട്ടുകൾ അച്ചടിച്ചിറക്കിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിന് ഫണ്ടിങ് നടത്താം. അപ്പം നമ്മുടെ 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടൊക്കെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞപ്പം നാച്ചുറലി ഒരു ഷോർട്ട് പീരീഡിലേക്കെങ്കിലും ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിൻ്റെ ഫണ്ടിങ്ങിനെ എഫക്റ്റ് ചെയ്തിരിക്കാം. ഓക്കെ, കാരണം അവർക്ക് പുതിയ നോട്ടിൻ്റെ ഈ പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്ന ആ ഒരു സമയത്തേക്കെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിൻ്റെ ഫണ്ടിങ്ങിന് ഇത് അഫക്റ്റ് ചെയ്തിരിക്കാം. നെക്സ്റ്റ് വൺ ഈസ് ഓൺ അഗ്രികൾച്ചർ. So this demonetization has affected the agriculture sector in a very tremendous way because these small farmers has to purchase the crops which is used for the agriculture as well as for the harvest and all. These they need the cash. So this demonetization has affected the
agriculture workers, that is the farmers, regarding the agriculture related activities, because they could not able to purchase the equipments which are necessary in order to carry out various agricultural activities, because for sowing and all they need crops. Due to the inefficiency or insufficient cash, they are not able to purchase the crops and all, so it has affected the agricultural sector. Next one is the political parties. So this political parties naturally requires the fund in order to meet their political activities like campaigning for elections, and in order to meet other requirements. So this demonetization has affected the funding of the political parties also. Naturally, they will be collecting these funds from large corporates and all. Next one is towards digital economy. So this gave a new birth to digital economy, because due to the when the demonetization occurs, okay, when we withdraw the 500 and 1000 rupees notes from the economy, naturally the people will be having a tendency to depend upon the digital currency in order to carry out their transaction. People will be moving to a ക്യാഷ്ലെസ് എക്കണോമി. അതായത് നമ്മൾ പെട്ടെന്നൊരു ദിവസം പറയാണ് 500-1000 രൂപയ്ക്ക് നോട്ടുകൾക്ക് ഒരു മൂല്യമില്ല എന്ന് പറയുമ്പം നാച്ചുറലി ആളുകൾ എന്ത് ചെയ്യും? അവർ ക്യാഷ്ലെസ് എക്കണോമീനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ പോയി ഒരുപാട് നേരം ക്യൂ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യുന്നുണ്ട്. അതായത് ചിലർക്ക് ബാങ്കിൽ പോയി നിന്നാലും ക്യാഷ് കളക്ട് ചെയ്യാൻ പറ്റാത്ത സമയം വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാങ്കിൻ്റെ അടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന നോട്ട് തീർന്നു പോയാലൊക്കെ അവർക്ക് ഈ 500-1000 രൂപ മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നു. അതുപോലെ തന്നെ മണിക്കൂറുകളോളം നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ വരുമ്പം കുറേയധികം ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ക്യാഷ്ലെസ് എക്കണോമീനെ, ഡിജിറ്റൽ കറൻസീനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ദീസ് ആർ ദ ഇമ്പാക്ട്സ് ഓഫ് ഡിമോണിറ്റൈസേഷൻ ഓൺ ദി ഇന്ത്യൻ എക്കണോമി. So we could not say that the demonetization has met its main objectives, that is the eradication of black money, because almost 99% of the currency came back to our banks.